സിപിഎമ്മിനെയും പിണറായിയെയും വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിണറായി ഭരിക്കുമ്പോഴും സിപിഎമ്മിൽ ഈഴവർക്ക് അവഗണന എന്ന SNDP യോഗത്തിന്റെ മാസികയായ യോഗനാഥത്തിൽ ലേഖനം. കോൺഗ്രസും ഈഴവരെ വെട്ടിനിർത്തുന്നു, NSSനും വിമർശനം. സ്വന്തക്കാരെ തിരികെ കയറ്റി ഇതര സമുദായ അംഗങ്ങളെ വലിച്ചു താഴെയിടുന്നു എന്നാണ് ആരോപണം. സിപിഎമ്മിനെ വിമർശിക്കുമ്പോഴും മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. ദേവൻ MP ഉണ്ട് ആലപ്പുഴയിൽ. വിശദാംശങ്ങളുമായി ദേവൻ, എന്താണ് ലേഖനത്തിന്റെ പൂർണ്ണരൂപം? ആതിര, ഏറെ നാളിന് ശേഷമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു തുറന്ന രാഷ്ട്രീയ പ്രസ്താവനയുമായി എത്തുന്നത്. മുന്നണികളിൽ ഈഴവർക്കുള്ള അവഗണന തുറന്നു പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈഴവർക്ക് CPM-ലും കോൺഗ്രസിലും ഒരുപോലെ അവഗണന തുടരുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കോൺഗ്രസിനുള്ളിൽ ഈഴവരെ വെട്ടിനിരത്തുന്നു. അത് ഈ പുനഃസംഘടന, DCC പുനഃസംഘടനയും KPCC പുനഃസംഘടനയും ഒക്കെ വരുമ്പോൾ പോലും ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾക്ക് കൃത്യമായ പരിഗണന നൽകുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ BDJS ഒപ്പം നിൽക്കുന്ന NDA മുന്നണിയിലും ഈ ഈഴവ സമുദായത്തിന്റെ കാര്യം കഷ്ടം തന്നെയാണെന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ഒപ്പമായി ചേർത്ത് വായിക്കേണ്ടത് NSSന് ഒരു പരോക്ഷ വിമർശനം കൂടി വെള്ളാപ്പള്ളി ആ ഒരു ലേഖനത്തിൽ പറയുന്നു. താക്കോൽ സ്ഥാനങ്ങളിൽ ഈഴവ പ്രതിനിധികളില്ല എന്നുള്ള വരിയിലൂടെയാണ് ആ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സ്വന്തക്കാരെ തിരികെ കയറ്റി ഇതര സമുദായങ്ങളെ വലിച്ചു താഴെയിടാനാണ് ഈ മുന്നണികൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ മുന്നണികൾക്കുള്ളിലുള്ള ആ ഒരു സാമുദായിക സമവാക്യം അങ്ങനെയാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ അടുത്തിടെയുള്ള ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ CPM-ന് ഒരു അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളായിരുന്നു പലപ്പോഴും പല വേദികളിലും വെള്ളാപ്പള്ളി ഉന്നയിച്ചിരുന്നത്. എങ്കിൽ കൂടിയും ഈ ഒരു ലേഖനത്തിൽ CPM-നെയും പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ ഭരണത്തിലും ഈ സമുദായത്തിനുള്ള ഒരു അവഗണന തുടരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും തമ്മിൽ ഭേദം CPM എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത്. സംഘടനാ തലങ്ങളിൽ പിന്നാക്ക പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥ പദവികൾ വരുമ്പോഴാണ് ഈ സമുദായത്തിൽ നിന്നുള്ള ആളുകളെ മറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേരിട്ട തിരിച്ചടിക്കുള്ള ഒരു കാരണം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നു. ഇടതുപക്ഷത്തിന് അതിരുവിട്ട ന്യൂനപക്ഷ ആഭിമുഖ്യം ഉണ്ടായി എന്ന് പറയുന്നു. അതിന്റെ ഒരു അലവലികാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് പറയുന്നു. ഇതെല്ലാം പറയുമ്പോൾ ശരി, ദേവൻ MP ആണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.